അപ്പുറത്ത് ആ സൈഡ് പുള്ളി അപ്പുറത്ത് അകന്ന് നിൽക്കാവോ ചേട്ടാ മൊബൈല് ചേട്ടാ മൊബൈല് ഈ സിനിമ ഒരു രാഷ്ട്രീയ ചിത്രമല്ല. ഇതിലൊരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇതൊരു ഫാമിലി എൻ്റർടൈനറാണ്, ഒരു ഫൺ ഫിലിമാണ്. തമാശകളുണ്ട്. അതുപോലും ആരെയും ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉന്നം വെച്ചിട്ടുള്ള ഒരു തമാശകളും ഇല്ല. ഞാൻ ഈ സിനിമയിലൊരു ആക്ടർ മാത്രമാണ്. ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ കാരണം ആദ്യം ഇതിൻ്റെ പേര് കേട്ടപ്പോൾ ഉണ്ടായൊരു കൗതുകമാണ്. ആ പേര് കേട്ടു, പിന്നെ അതിൻ്റെ കഥ കേട്ടു. കഥ നല്ല കഥയാണ്, നല്ല രസമുള്ള കഥയാണ്, ഒരു എൻ്റർടൈനർ ഫിലിമാണ്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ വെറുതെ തെറ്റിദ്ധരിക്കും ഇതൊരു എന്തോ ഒരു രാഷ്ട്രീയ ചിത്രമാണ്, ഇതൊരു ആർട്ട് ഹൗസ് മൂവിയാണെന്നൊക്കെ തെറ്റിദ്ധരിക്കും. അത് അങ്ങനെയല്ല. ഇതൊരു കമേഴ്ഷ്യൽ ഫിലിമാണ്, ഇതൊരു ഫാമിലി എൻ്റർടൈനറാണ്. അവർ കാരണം പറയണില്ല. ഭാരതം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഹിന്ദിയിൽ വരാൻ പോവാണ്, ഒരു വലിയ സിനിമ വരാൻ പോവാണ്. ഭാരതം എന്നുള്ള ഒരുപാട് പേരുകൾ മുമ്പും വന്നിട്ടുണ്ട്, ഇപ്പോഴും അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ചക് ദ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ പേര് സിനിമയ്ക്ക് ഇടാൻ പാടില്ല എന്ന് ഒന്നും ഒരു നിയമമില്ല. ഇത് ലീഗലി ഫൈറ്റ് ചെയ്താൽ ഇത് കിട്ടുകയും ചെയ്യും. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉപരിസഭകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ മീതെയുള്ള കമ്മിറ്റികളിലേക്ക് പോയതിന് ഇത് കിട്ടുകയും ചെയ്യും. പക്ഷേ നമുക്ക് 8-ാം തീയതി പടം റിലീസാണ്. ഇത് ഫൈറ്റ് ചെയ്യാനുള്ള ടൈമില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മനഃപൂർവ്വം ചെയ്തതാണ്. ആദ്യമായിട്ടൊരു പ്രധാന റോളിലേക്ക് എത്തുന്ന ഒരു സിനിമ കൂടിയാണ്. അതിങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നു. എന്താണ് ഇങ്ങനെ ഒരു കാരണം ആയിട്ട് അവർ പറയുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം എന്നുള്ള പേര് മാറ്റാൻ പറയാൻ ആവശ്യപ്പെടാം? കാരണം എന്ന് പറഞ്ഞ സാധനം അവർ പറയുന്നില്ല. സംഭവം ഞാൻ ചെറിയ ഇതിൽ വിശദീകരിക്കാം. നമ്മൾ ആദ്യം ഒരു സിനിമ ചേംബറിൽ രജിസ്റ്റർ ചെയ്തു, പിന്നെ ആ സിനിമ പൂർത്തിയായി. പിന്നെ നമ്മൾ സെൻസറാണ്, അല്ല ഇത് ട്രെയിലറാണ് സെൻസറിന് കൊടുക്കുന്നത്. അപ്പോൾ ട്രെയിലർ കൊടുത്തപ്പോൾ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഈ സർക്കാർ പദ്ധതിക്ക് എതിരെയാണ്. അപ്പോൾ ഞാൻ അതിനൊക്കെ ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ആശാ വർക്കർമാർ ഇതിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിന് ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ഓക്കെ, നമ്മുടെ സാർ ഫിലിം കാണുന്നു പറഞ്ഞു. അപ്പോൾ ഫിലിം കണ്ട് സെൻസർ ചെയ്യുമ്പം പറഞ്ഞ ഒരു കാര്യം പോലും ഇവർ കണ്ടുപിടിച്ചില്ല. ഇനി ഞാൻ ചോദിച്ചാൽ എന്താ കാരണമില്ല. ഭാരതം ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റാണ്, ഒരു കട്ട് പോലും ഇല്ല. നിങ്ങൾക്ക് അയച്ചു തന്നല്ലോ, ഒരു കട്ട് പോലും സെൻസർ ബോർഡ് പറഞ്ഞിട്ട്, ഇന്ന സ്ഥലത്ത് കട്ട് ചെയ്യണമെന്ന് പോലും സെൻസർ ബോർഡ് പറഞ്ഞിട്ടാണ്. എത്ര ചെറിയ സിനിമയിലും വലിയ സിനിമയിലും ഒരു കട്ടങ്ങും പറയില്ലേ, ഇതിലൊരു കട്ടും പറഞ്ഞില്ല. എന്നിട്ട് ക്ലീൻ തന്നിട്ട് പറയാണ് നമ്മളോട് ഇനി നമുക്ക് ഇത് ഭാരതം എന്നുള്ള പേരില്ല. അതിന് ഉത്തരം അവർ പറയുന്നില്ല. അത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഇത് വിവാദമായിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്തിനാണ് ഒരു ചെറിയ സിനിമ നമ്മളെല്ലാവരും കാണേണ്ട, ഇത് എല്ലാവരും ചിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും മനസ്സിൽ വളരെ താലോലിക്കുന്ന ഒരു സിനിമയാണ് അത് കണ്ടവരും ഇതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ കണ്ടപ്പോൾ പറഞ്ഞാണ്. പക്ഷേ ആ സിനിമയിൽ എന്തിനാണ് സാറേ നമ്മൾ വെറുതെ ഒരു വിവാദത്തിലേക്ക് അയച്ചു വിടുന്നത്? അതൊന്നും പറയണ്ട, നിങ്ങൾ വിവാദമാക്കും, എന്ത് വേണം ചെയ്തു, പക്ഷെ നമ്മൾ ഭാരതം തരില്ല. അതിന് അവർക്ക് ഇതൊന്നും ക്ലാരിഫിക്കേഷൻ ഇല്ല. അവരൊന്നും അവരെ ന്യായീകരണം പോലും നമ്മളോട് പറയുന്നില്ല. നമ്മൾ ഒറ്റ കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ഭാരതം തരില്ല. 2 വട്ടം അതിൻ്റെ ഉള്ളിൽ ചർച്ച നമ്മൾ പുറത്തിറങ്ങി. ഈ 2 പ്രാവശ്യവും 15 മിനിറ്റ് ഘട്ടങ്ങളായിട്ട് അവർ ചർച്ച ചെയ്തു. ഞാൻ ഓരോ ഘട്ടവും നമ്മളെ പുറത്താക്കി അവർ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷയാണ് അടുത്ത പ്രാവശ്യം നമ്മളെ കയറ്റുമ്പം ഇത് കിട്ടും. പക്ഷേ 2 പ്രാവശ്യം കിട്ടുമ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഭാരതം തരില്ല, നിങ്ങൾ RCക്ക് മുമ്പിൽ പോയിക്കോന്നു. റിവ്യൂ കമ്മിറ്റിക്ക് മുമ്പിൽ പോയ പ്രശ്നം എന്ന് വെച്ചാൽ 1 മാസത്തോളം എടുക്കും പിന്നെ തിരിച്ച് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, അവരാണ് പറഞ്ഞത് സർക്കാർ ഉൽപ്പന്നം, ആ പടത്തിൻ്റെ പേര് വിട്ട് നമ്മൾ വന്നു. നമ്മളൊട്ടും ഇതല്ല, അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കുട്ടീനെ പോലെ വളർത്തി, ആ കുട്ടി വലുതായിട്ട് അവസാനം ഒരാൾ വന്ന് പറയും ആ കുട്ടിയുടെ തല ഞാൻ അറുത്തെടുക്കുന്നു. ആ അവസ്ഥയാണ് നമ്മളുള്ളത്. സിനിമയെ ബാധിക്കുമെന്ന് എനിക്ക് ഇതെങ്ങനെ ഈ ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ഒരു സിനിമയൊന്നുമല്ല ബ്രോ. ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ എന്തായാലും 8-ാം തീയതി തിയേറ്ററിൽ ഉണ്ടാവുമല്ലോ.
നിങ്ങൾ കണ്ട അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ സെൻസർ ബോർഡിനോട് എന്തിനാണ് ഇതിന് ഭാരത സർക്കാർ ഉൽപ്പന്നം കൊടുക്കുന്നത്, നിങ്ങൾ ചോദിക്കും എല്ലാവരും. എനിക്ക് ഉറപ്പുണ്ട് കേരളീയ പൊതുസമൂഹം എന്തായാലും ചോദിക്കും സെൻസർ ബോർഡിനോട്. അവർ പ്രതികരിക്കും. കാരണം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ എത്ര 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. കാരണം നമ്മൾ 1.5 വർഷമായിട്ട് പേരായത് പെട്ടെന്ന് വരുമ്പോൾ എന്ത് സ്വാതന്ത്ര്യം ഉള്ളത്. എനിക്ക് തോന്നുന്നറിയോ, ഈ വടക്കേ ഇന്ത്യയിലൊക്കെ കേട്ടിട്ടുണ്ട് ഈ പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എനിക്കത് നമ്മളെടുത്തെത്തിയത്. ഇത് ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനെ അനുഭവിച്ച ആളാണ്. എനിക്ക് ഭയങ്കര വൈകാരികമാണ്. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ ഇത് ഗോകുലിനായി പോലും ഗോകുല തിരക്കിനടിയിലാണ് നമ്മളെ പടത്തിലേക്ക് അഭിനയിക്കാൻ വരുന്നത്. അപ്പോൾ ഇയാളിപ്പോൾ ഒരു ബിസി ആക്ട്രസ്. ആ കഥ കേട്ടിട്ട് ആ പേരിലെ കൗതുകമാണ് എല്ലാവരും ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. അതില്ലാണ്ടായി.